ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. രചനയും സംവിധാനവും ഋഷി ശിവകുമാർ ചെയ്ത് മോനു പഴയടത്ത് AV അനൂപ് നോവൽ സിമ്മി എന്നിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെപ്പെ കീർത്തി പ്രൊജക്ടിന്റെ ടൈറ്റിൽ റിവീൽ ടീസറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന്റെ കാസ്റ്റിംഗ് വരുന്നത് ആന്റണി വർഗീസ് പെപ്പെ ആൻഡ് കീർത്തി സുരേഷ് ആണ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അനിമലിൽ മ്യൂസിക് ചെയ്ത ഹർഷവർദ്ധൻ രാമേശ്വരാണ്. ഇതിന്റെ DOP ചെയ്തിരിക്കുന്നത് ജോർജ് C. വില്യംസും ആൻഡ് ഇതിന്റെ എഡിറ്റിംഗിലേക്ക് വരുമ്പോൾ ചമൻ ചാക്കോയാണ്. ഇപ്പോൾ ആയാം ഗെയിം ദുൽഖർ സൽമാന്റെ സിനിമയിലെയും എഡിറ്റിംഗ് ചെയ്യുന്നത്. അതൊരു നല്ല പടമായിട്ട് വരുന്നെന്നാണ് ചമൻ ചാക്കോ പറഞ്ഞത്. ആൻഡ് ഋഷി ശിവകുമാർ 2016 കുഞ്ചാക്കോ ബോബന്റെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി മലയാള സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. ആൻഡ് അതിന്റെ ടൈറ്റിൽ റിവീൽ ടീസർ നമ്മളിപ്പോൾ പുതിയ പെപ്പെ കീർത്തി പ്രൊജക്ടിന്റെ ടൈറ്റിൽ റിവീൽ ടീസർ റിയാക്ട് ചെയ്യാൻ വന്നു. യൂസ് ഹെഡ്ഫോൺസ്. പ്രൊഡക്ഷൻസ് കുറെ ഉണ്ടല്ലോ. ലിറിക്സ് മനോമി. ഇതേത് അമ്പോ ഓ ഇപ്പം മലയാള സിനിമ ടൈറ്റിൽ റിവീൽ ടീസർ തന്നെയാണോ ഇത്? ഫ്രെയിംസിനൊക്കെ ഇജാദ് റിച്ച്നെസ്, ക്വാളിറ്റിയും ഇപ്പം സത്യം പറഞ്ഞാൽ ഉള്ളത് മലയാള ഇൻഡസ്ട്രിയിലെ ഒരു ഇപ്പം അതായത് നമ്മള് മുമ്പ് ഇതുപോലെ ടൈറ്റിൽ റിവീൽ ടീസറൊക്കെ ഇത്രയും എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ബ്രഹ്മാണ്ടമായിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പം ഓരോന്നും പുതിയ സാധനങ്ങളൊക്കെ ചെയ്ത് നല്ല പെട്ടക്കണ സാധനങ്ങളൊക്കെ ഇൻഡസ്ട്രി നമ്മൾ ഇറക്കി വിടുകയാണ്. ഡയറക്ടർ ജോർജ് ഹർഷവർദ്ധൻ രാമേശ്വർ, പെപ്പെ, കീർത്തി സുരേഷ്. BGM വേണ്ട. ഇതെന്തോന്ന് ഗൈസ്, ഒരു രക്ഷയില്ല. അജാതി സാധനം. അയ്യോ, ഇതുപോലെ എന്താ ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ഇപ്പം തമിഴിൽ അല്ലെങ്കിൽ തെലുങ്കിൽ ഇതുപോലത്തെ അവിടെയൊക്കെ ടൈറ്റിൽ ടീസറൊക്കെ വരുമ്പം മലയാളത്തിൽ ഇതുപോലെ ഇജാദ് റിച്ച്നെസ്സോ ഒരു ബ്രഹ്മാണ്ടായിട്ടുള്ള ടൈറ്റിൽ ടീസർ വരൂലേ എന്നൊക്കെ. ഇത് അതുപോലത്തെ ഒരു സാധനമാണ്. എനിക്കൊന്നും ഈ ഇടയ്ക്ക് ടോക്സിക്കയാണ് ഇത്രയും കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഒരു ടൈറ്റിൽ ടീസറൊക്കെ വന്നത്. കാരണം ഇത് ഒരു രക്ഷയില്ല. തോട്ടം വെടിവെപ്പുണ്ട് ഐസ്. ഓ, പാൻ ഇന്ത്യയിൽ ഇറക്കാൻ തന്നെ. തോട്ടം ഡിമസ്നൽ ഷൂട്ട് ബിഗിൻ സൂൺ. ആൻഡ് പെപ്പെ കീർത്തി പുതിയ പ്രൊജക്ടിന്റെ ടൈറ്റിൽ റിവീലിംഗ് ടീസറാണ് നമ്മൾ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് ടൈറ്റിൽ ഗോസ് ടു തോട്ടം. ആൻഡ് റിവീൽ ടീസർ എന്തോന്ന് സാധനം ഇത് ചെയ്തു വെച്ചിരിക്കുന്ന മലയാള സിനിമയാണോ എന്ന് തോന്നിപ്പോകുന്നു. മലയാള സിനിമ തന്നെ ഇത് അജാതി ഒരു ഫ്രെയിംസിന്റെ കാര്യത്തിലായാലും ആൻഡ് അനിമലിലെ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നതോടെ ഇവിടെ പിടപ്പിക്കണം. അതായത് ഇപ്പം മാർക്കോലി രവി ബസ്രൂറിനെ കൊണ്ടുവന്നപോലെ ഇവിടെ നമുക്ക് ഇനി പിടപ്പിക്കണം. മ്യൂസിക്കും കൊള്ളാം, ഒരു ഇംഗ്ലീഷ് വൈബ്, ഒരു സാധനം, ഒരു മാസമായിട്ട്. ആൻഡ് ഈ തോട്ടം ഇതിൽ പറയുന്നത് ബിയോണ്ട് ദി ഓർഡേഴ്സ്, ബിയോണ്ട് ദി ബോർഡേഴ്സ്, അൺവീലിൻ്റെ അൺടൈംഡ് ലാൻഡ്. അതായത് തോട്ടം ഒരു ബോർഡേഴ്സിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു എന്താ പറയുക, ഇവർ ഈ ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്തപ്പോൾ ആദ്യം വിചാരിച്ചത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ലവ് പടം പോലെ. പക്ഷെ ഇത്രയും ഒരു എനർജറ്റിക് പടമാണെന്ന് വിചാരിച്ചിരുന്നില്ല. അതിപ്പം ഒരു ബ്രഹ്മാണ്ഡ പടം വരാൻ പോവുകയാണ്. കാരണം അത്രയ്ക്കുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഈ ഒരു ടൈറ്റിൽ റിവീൽ ടീസറിലൂടെ അവർ തന്നിരിക്കുന്നത്. ആൻഡ് മ്യൂസിക്കും കൊള്ളാം. അത് കണ്ട കേസ് ഇനി ഇത് തോന്നുന്ന ഒരു
ഒരു ഞാൻ പറഞ്ഞില്ല ബിയോണ്ട് ദി ഓഡേഴ്സ് ബോർഡേഴ്സ്, ആ ഒരു തോട്ടം അവിടെ ആ മുമ്പിൽ തന്നെ ആ ഒരു വേലി കാണിച്ചിട്ടുണ്ട്. അതിന് മുമ്പും പിമ്പും അതിനകത്തും പുറത്തുമായിട്ടുള്ള ഒരു കഥയായിട്ടുള്ള ഒരു മനുഷ്യ ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളായിട്ടുള്ള ഒരു സിനിമയായിരിക്കും. എന്തായാലും ഒരു കണ്ടന്റ് ഓറിയന്റഡ് ഫിലിം ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ആൻഡ് വെടിവെപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ പട്ടികൾ കുറേ ഉണ്ട്, പട്ടികളുടെ കടിയും പിടിയൊക്കെ ഒരുപാടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അതാണ് അതിൽ കാണിക്കുന്നത്. ആൻഡ് ഗ്രാഫിക്സും വിഷ്വൽസും ഒക്കെ ഒരു എല്ലാം പക്ക റിച്ച്നെസ് സാധനം. ഞാനിപ്പോൾ ആലോചിച്ചതാണ് ഇത് മലയാള സിനിമ തന്നെ. അതും ഒരു ടു ബി ഓണസ്റ്റ് നമ്മൾ പെട്ടെന്നൊന്നും ആലോചിക്കില്ല ഒരു ബിഗ് സ്റ്റാറിന്റെ പടത്തിലായിരിക്കും ഇതുപോലെയൊക്കെ വരുന്നത്. ആന്റണിയുടെ പടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു കിട്ടിലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഇൻഡസ്ട്രിക്ക് തന്നെ. ആൻഡ് വരട്ടെ, നല്ലൊരു സാധനങ്ങളൊക്കെ വരട്ടെ, ഇൻഡസ്ട്രി ഇനിയും ഉയരട്ടെ. ആൻഡ് ടൈറ്റിൽ ടീസർ ഒരു രക്ഷയില്ല.